അടിയന്റെ അനുതാപഗാനം അവിടുത്തെ അനുഗ്രഹം അതുമാത്രം മനുഷ്യരും ഇടയന്റെ വഴി തേടി പാടും ഇടറുന്ന ഹൃദയാദ്രഗാനം അവിടുത്തെ അതുമാത്രമാശ്രയം ബലിയായി തീരുമുണ്ടിൽ അടിയന്റെ അനുതാപഗാനം. കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുകുടുംബത്തിന്റെ സംരക്ഷകരായിട്ടുള്ള വിശുദ്ധ ഔസേപിതാവിന്റെയും പരിശുദ്ധമ്മയുടെയും മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഇന്ന് ഈ ബലിയർപ്പിക്കപ്പെടുന്ന അതിനായി ദൈവം തെരഞ്ഞെടുത്ത പുന്നക്കാട്ടിച്ചുറയിൽ ടോമിച്ചാറിന്റെ ഭവനത്തെ നമുക്ക് സമർപ്പിക്കാം. ടോമിച്ചാറിന്റെയും ആശാമ്മയെയും മക്കളായിട്ടുള്ള മരിയയെയും പ്രിൻസിനെയും മരുമകൻ ജെഫ്രിനെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ഈ കുടുംബത്തിലെ മറ്റു എല്ലാ ബന്ധുമിത്രാദികളെയും നമുക്ക് ഈ പരിശുദ്ധ ബലിപീഠത്തിൽ സമർപ്പിക്കാം. ഹോളി ഫാമിലി കുടുംബ യൂണിറ്റിലെ 27 കുടുംബങ്ങളെയും യൂണിറ്റിനെ ഇക്കാലമത്രയും നയിച്ച യൂണിറ്റിന്റെ പ്രസിഡന്റ് ജോസ് പട്ടാറയും പ്രസിഡന്റ് സിബി പുത്തൻപരയും ട്രഷറർ ജെസ്സി ജോൺസൺ പറമ്പൻ മറ്റ് യൂണിറ്റ് ഭാരവാഹികളെല്ലാവരെയും ഓരോ കുടുംബത്തിലെ ഓരോ അംഗത്തെയും നമുക്ക് പ്രത്യേകം സമർപ്പിക്കാം. ഐക്യത്തിലും കൂട്ടായ്മയിലും സ്നേഹത്തിലും ഒരേ മനസ്സോടുകൂടെ ഈശോയോട് ചേർന്നുകൊണ്ട് കുടുംബ യൂണിറ്റിനോട് ചേർന്നതുകൊണ്ട് ഇടവകയോട് ചേർന്നതുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് നമുക്ക് വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ഈ ബലി അർപ്പിക്കുവാൻ ഈ ഭവനത്തിൽ ആയിരിക്കുന്ന ഓരോരുത്തരെയും ഈ ബലിപീഠത്തിന് മുൻപിൽ വിശ്വാസത്തോടെ ഈ ബലി അർപ്പിക്കുവാൻ ചേർന്നിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് ഓരോരുത്തരുടെയും പ്രത്യേകമായ നിയോഗങ്ങൾ സമർപ്പിച്ച് വിശ്വാസത്തോടുകൂടെ ഭയഭക്തിയോടുകൂടെ ഈ ബലി നമുക്ക് അർപ്പിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒരുമയോടി ബലി അർപ്പിക്കാം.
അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ സായാഹ്നത്തിൽ ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഹോളി ഫാമിലി കുടുംബ യൂണിറ്റിന്റെ ഈ വാർഷിക ദിനത്തിൽ അവിടുത്തെ പരിശുദ്ധമായ ബലിയിൽ ഈ കുടുംബ യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓരോ കുടുംബത്തിന്റെയും പ്രത്യേകമായ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ഈ ബലി അർപ്പിക്കപ്പെടുന്ന ഈ ഭവനത്തെയും ഇവരുടെ പ്രത്യേകമായ പ്രാർത്ഥനാവശ്യങ്ങളെയും ഈ ബലിയിൽ സമർപ്പിക്കുന്നു. വിശ്വാസത്തോടും ഭയഭക്തിയോടും കൂടെ ഈ ബലി അർപ്പിക്കുവാൻ അയോഗ്യരും ബലഹീനരുമായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാനനവരതം.
ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരെ, വെളിപാട് പുസ്തകങ്ങളുടെ വായന 21 അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ മിശിഹ അനുഗ്രഹിക്കട്ടെ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി, കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടി ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. അവൻ വീണ്ടും പറഞ്ഞു, എഴുതുക, ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. പിന്നെ അവൻ എന്നോട് പറഞ്ഞു, സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവർക്ക് ഇവയെല്ലാം അവകാശമായി ലഭിക്കും.
ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ 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 മനത്തായി ഒന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ തീക്കന മധുവായി ഞാനൊഴുക്കിയിടട്ടെ. നിത്യമനുഗ്രഹപൂരിത കവിതം പൂരിത പോലെന്നാവിപ്പോ. പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 19 1 മുതൽ 10 വരെ തിരുവചനങ്ങൾ. യേശു ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുൻപേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നുവല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. വിശുദ്ധവും സ്നേഹബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കളെ, കുടുംബ യൂണിറ്റ് വാർഷികം നടക്കുന്ന ടോമിച്ചാന്റെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ, മറ്റ് യൂണിറ്റുകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രിയപ്പെട്ട ഇടവകാംഗങ്ങളെ, എല്ലാവർക്കും ഹോളി ഫാമിലി കുടുംബ യൂണിറ്റിന്റെ വാർഷിക ദിനത്തിന്റെ എല്ലാവിധ നന്മകളും എല്ലാവിധ പ്രാർത്ഥന ആശംസകളും ഏറ്റവും സ്നേഹത്തോടുകൂടെ നേരുകയാണ്. നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ, അതിന്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പലപ്പോഴും നമ്മൾ ആ കുടുംബ കൂട്ടായ്മയുടെ അതിന്റെ നന്മ മനസ്സിലാക്കാതെ, അതിന്റെ അനുഗ്രഹം മനസ്സിലാക്കാതെ പലപ്പോഴും കുടുംബ കൂട്ടായ്മകളിൽ പങ്കുചേരാൻ മടി കാണിക്കുന്നവരാണ്. ചിലപ്പോഴെങ്കിലും കുടുംബ യോഗങ്ങൾ വയ്ക്കാനായിട്ട് വീട് കിട്ടാത്ത അവസ്ഥകൾ വരെ ഉണ്ടാകുന്നു. അത് ഇതിന്റെ മഹത്വവും അതിന്റെ അനുഗ്രഹവും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നാണ് ഞാൻ വിചാരിക്കുക.
കുടുംബ യൂണിറ്റ്, കുടുംബയോഗം എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ ഇടവകയിൽ നിന്ന് ഇടവകയുടെ സജീവമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇടവകയെ തന്നെ ഇടവകയിലെ കുടുംബങ്ങളെ നമ്മൾ വിവിധ ഗ്രൂപ്പുകളാക്കി അല്ലെങ്കിൽ വിവിധ യൂണിറ്റുകളാക്കി നമ്മൾ മാറ്റിയിരിക്കുകയാണ്. നിങ്ങൾ ഇരുന്നു കസേര എടുക്കുന്നു. അപ്പോൾ അത് കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്, സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇത് ഇടവകയിൽ നിന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഒന്നാണ് കുടുംബ കൂട്ടായ്മകൾ. സെന്റ് തോമസ് കുടുംബ കൂട്ടായ്മയുടെ വാർഷിക ദിനത്തിൽ ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. നമ്മൾ കൂടുന്ന കുടുംബ കൂട്ടായ്മകൾ അത് വേറെ ആരുടെയും നാമത്തിലല്ല. ഇപ്പോൾ ഇന്ന് ഈ വാർഷിക യോഗം ഇവിടെ നടക്കുമ്പോൾ, ടോമിച്ചേട്ടന്റെ കുടുംബത്തിൽ നടക്കുമ്പോൾ, ഇത് ടോമിച്ചേട്ടന്റെ വീട്ടിലെ പരിപാടിയേ അല്ല, ഇത് ടോമിച്ചേട്ടന്റെ നാമത്തിൽ നടത്തുന്ന പരിപാടിയല്ല, ഇത് ക്രിസ്തുവിന്റെ നാമത്തിൽ നടത്തുന്ന വാർഷികമാണ്. ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ക്രിസ്തുവിന്റെ നാമത്തിലാണ്, ടോമിച്ചേട്ടന്റെ നാമത്തിലല്ല. ഓരോ കുടുംബയോഗം കൂടുമ്പോഴും ഏത് വീട്ടിലാണോ കുടുംബയോഗം വയ്ക്കുന്നത്, ആ കുടുംബയോഗം വയ്ക്കുന്നത് അത് അവരുടെ വീടിന്റെ നാമത്തിലല്ല. ഇപ്പോൾ സെക്രട്ടറി സിബിച്ചാന്റെ വീട്ടിൽ ഒരു യോഗം വയ്ക്കുമ്പോൾ അത് സിബിച്ചാന്റെ നാമത്തിൽ നടത്തുന്ന യോഗമല്ല, അത് ക്രിസ്തുവിന്റെ നാമത്തിൽ നടത്തുന്ന യോഗമാണ്. അപ്പോൾ ആ വിശ്വാസത്തോടുകൂടെ വേണം നാം കുടുംബയോഗങ്ങളിലേക്ക് പോകുവാൻ, കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുവാൻ. അപ്പോൾ എന്റെ വീട്ടിൽ കുടുംബയോഗം വയ്ക്കുന്നു എന്ന് പറയുമ്പോൾ അടുത്ത മാസം എന്റെ വീട്ടിലാണ് കുടുംബയോഗം വയ്ക്കേണ്ടത്, ഞാനാണ്, എന്റെ കുടുംബമാണ് കുടുംബയോഗം ഏറ്റെടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഞാൻ അതിന് മടി കാണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് എന്റെ നാമത്തിൽ എന്റെ വീട്ടിൽ കൂടുന്ന ഒരു യോഗമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. ക്രിസ്തുവിന്റെ നാമത്തിലാണ് എന്റെ വീട്ടിൽ കുടുംബയോഗം കൂടുന്നത് എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ കുടുംബയോഗത്തിലേക്ക്, ഈ കുടുംബയോഗത്തിന്റെ മധ്യത്തിൽ ഉണ്ടാകുന്നത് ക്രിസ്തുവാണ് എന്നൊരു ബോധ്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ ക്രിസ്തു വരണ്ട എന്ന് ഞാൻ പറയൂ. അടുത്ത മാസം ക്രിസ്തു നിന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന ഒരു ബോധ്യം നമുക്കുണ്ടോ? ഈശോയാണ് നിന്റെ വീട്ടിലേക്ക് വരുന്നത്, ഈശോയുടെ നാമത്തിലാണ് നമ്മളെ വീട്ടിൽ കൂടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടെ കുടുംബ കൂട്ടായ്മ കൂടാൻ എനിക്ക് പറ്റുന്നില്ല എങ്കിൽ അവന്റെ വീട്ടിൽ വെച്ച് നടത്തുന്ന അവന്റെ കുടുംബ കൂട്ടായ്മയാണ്, അവന്റെ നാമത്തിൽ നടത്തുന്നതാണ്, അവന്റെ വീട്ടുകാരുടെ നാമത്തിൽ നടത്തുന്നതാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് ആണ് നമ്മൾ കുടുംബ കൂട്ടായ്മ വയ്ക്കുകയും പങ്കെടുക്കുകയും ചെയ്യുന്നെങ്കിൽ ആ കുടുംബ കൂട്ടായ്മ നമുക്ക് അനുഗ്രഹമാകില്ല എന്നുള്ള കാര്യത്തിൽ സംശയം. എന്താണ് കഴിഞ്ഞ? അപ്പോ കുടുംബ കൂട്ടായ്മ ക്രിസ്തുവിന്റെ നാമത്തിലാണ്. ക്രിസ്തുവിന്റെ നാമത്തിൽ നടത്തുമ്പോ എനിക്ക് ഒരു വീട്ടുകാരോട് വഴക്കുണ്ട്, അവരോട് ഞാൻ മിണ്ടാറില്ല, അവരുടെ വീട്ടിൽ ഞാൻ പോകാറില്ല. അപ്പൊ അവന്റെ വീട്ടിൽ കുടുംബയോഗം അവന്റെ വീട്ടിലായതുകൊണ്ട് ഞാൻ ആ വീട്ടിൽ പോകില്ല എന്ന് ഞാൻ ശഠിക്കുമ്പോ, എന്ന് ഞാൻ വാശി പിടിക്കുമ്പോ നീ വിശ്വസിക്കുന്ന എന്താണ്? ആ കുടുംബയോഗം ക്രിസ്തുവിന്റെ നാമത്തിലാണ് എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ആരുടെ വീട്ടിൽ കുടുംബയോഗം വെച്ചാലും അത് ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടുന്ന കുടുംബയോഗമാണ് എന്ന തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് ഏത് വീട്ടിലാണെങ്കിലും ഞാൻ പോകുന്നത് ക്രിസ്തുവിന്റെ നാമത്തിൽ കൂടുന്ന യോഗത്തിലേക്കാണ് എന്നുള്ള വിശ്വാസമുള്ളവന് മാത്രമേ ആ കുടുംബയോഗത്തിൽ പോയിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പോകുന്നത് ഇവിടെ ഈ വാർഷികം ഇവിടെ നടത്തുമ്പോ ഇത് ടോമിച്ചേട്ടന്റെ നാമത്തിൽ നടത്തുന്ന വാർഷികമല്ല, ഇത് ക്രിസ്തുവിന്റെ നാമത്തിൽ, തിരുക്കുടുംബത്തിന്റെ നാമത്തിൽ നടത്തുന്ന വാർഷികമാണ്. ഇവിടെ എനിക്ക് വരാം, കാരണം ക്രിസ്തു ആരെയും പുറത്താക്കുന്നവനല്ല, എല്ലാവരെയും സ്വീകരിക്കുന്നവനാണ്. സക്കേവൂസിന്റെ ഭവനത്തിലേക്ക് പാപിയായിരുന്നു, ചുങ്കക്കാരനായിരുന്നു, എല്ലാവരും വെറുക്കപ്പെട്ടവനായിരുന്നു, അവനെ മരത്തിന്റെ മുകളിൽ നിന്ന് വിളിച്ചിറക്കി അവന്റെ ഭവനത്തിലേക്ക് ക്രിസ്തു ചെല്ലുമ്പോ ആ ഭവനത്തിനുണ്ടാകുന്ന വ്യത്യാസം,
ആ കുടുംബത്തിനുണ്ടാകുന്ന മാറ്റം, ആ വ്യക്തിക്കുണ്ടാകുന്ന മാറ്റം. ഇത് തന്നെയാണ് ഓരോ കുടുംബയോഗം ഓരോ വീട്ടിൽ വെച്ച് നടത്തുമ്പോ ഞാൻ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവാണ് എന്റെ ഭവനത്തിലേക്ക് വരുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ കുടുംബയോഗം വെക്കുമ്പോ ആ കുടുംബയോഗം എന്റെ വീട്ടിൽ, എന്റെ കുടുംബ യൂണിറ്റിലെ 27 കുടുംബങ്ങൾ എന്റെ വീട്ടിൽ വന്ന് ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോ, തിരുക്കുടുംബത്തിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോ ആ പ്രാർത്ഥന എന്റെ കുടുംബത്തിന് അനുഗ്രഹമാണ്. അവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് ചോറുണ്ണാനോ ഭക്ഷണം കഴിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കല്ല, നമ്മൾ പ്രാർത്ഥിക്കാനാണ് കുടുംബ യൂണിറ്റ് വെച്ചിട്ടുള്ളത്. പ്രാർത്ഥനയിലാണ് നമ്മൾ അത് ആരംഭിക്കുന്നത്. ക്രിസ്തുവിന്റെ നാമത്തിൽ 2 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകുന്നത് ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിന്റെ നാമത്തിലാണ് നമ്മൾ കുടുംബയോഗങ്ങൾ കൂടുക. അപ്രകാരം കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കണം. കുടുംബയോഗം വയ്ക്കാനായിട്ട് വീട് കിട്ടാത്ത മാസങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. കുടുംബയോഗം വയ്ക്കാനായിട്ട് വീട് കിട്ടാത്തതിന്റെ പേരിൽ മാസം കുടുംബ യൂണിറ്റ് മുടങ്ങിപ്പോകുന്നു എന്ന് പറയുന്നത് അത് എത്രയോ ഖേദകരമാണ്. അതിനർത്ഥം ഞാൻ അത് വിശ്വസിക്കുന്നില്ല. ക്രിസ്തു എന്റെ വീട്ടിൽ വരാൻ ഞാൻ തടസ്സം നിൽക്കുന്നു. എന്റെ വീട്ടിൽ കുടുംബയോഗം വയ്ക്കുമ്പോൾ ഇത് വേണ്ട എന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ പല ഒഴിവൊഴിവ് പറയുമ്പോൾ ഞാൻ ക്രിസ്തുവിനെയാണ് വേണ്ടെന്ന് പറയുന്നത്. ക്രിസ്തുവിനെയാണ് ഞാൻ വേണ്ടെന്ന് പറയുന്നത്. എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റുകയില്ല, എന്റെ വീട്ടിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, എന്റെ വീട്ടിൽ കുടുംബയോഗം കൂടുന്ന കാര്യമില്ല. ഞാനിവിടെ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ വീടൊന്ന് പരിശോധിക്കുകയായിരുന്നു, ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പൊ ഈ വീട് പണിതത് ടോമിച്ചേട്ടനായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ടോമിച്ചേട്ടന്റെ കാരണന്മാരായിരിക്കണം ഇത് പണിതത്. ഈ വീടിന്റെ ഈ ഗ്രില്ലുകൾ ഞാൻ ശ്രദ്ധിച്ചു. എല്ലാ ഗ്രില്ലിലും ഒരു കുരിശ് വെച്ചിട്ടുണ്ട്. കയറി വരുമ്പോ തന്നെ ഗെത്സമനിയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയുടെ രൂപമുണ്ട്. അത് ഈ വീടിന്റെ നാഥൻ ക്രിസ്തുവാണ് എന്നതിന്റെ തെളിവാണ്. ഈ വീടിന്റെ നാഥൻ ക്രിസ്തുവാണ് എന്നതിന്റെ തെളിവാണ്. നമ്മുടെ കുടുംബ യൂണിറ്റിന്റെ നാഥൻ ക്രിസ്തുവാണ്. നമ്മുടെ ഇടവകയുടെ നാഥൻ ക്രിസ്തുവാണ്. അപ്രകാരമുള്ള ഒരു വിശ്വാസത്തിൽ മാത്രം ഈ കുടുംബ യൂണിറ്റിന്റെ വാർഷിക യോഗം ഈ ഭവനത്തിൽ വയ്ക്കുന്നത് എനിക്കറിയാം ടോമിച്ചേട്ടനും കുടുംബവും ഒത്തിരി സന്തോഷത്തോടുകൂടെയാണ് ഈ യോഗം ഇവിടെ വെക്കാനായിട്ട് തയ്യാറായത്. ഒരു വിശുദ്ധ കുർബാന എന്റെ വീട്ടിൽ കിട്ടുമല്ലോ എന്നുള്ള വലിയ സന്തോഷത്തിന്റെ പുറത്താണ് ഈ വാർഷിക യോഗം ഏറ്റെടുക്കുക. ഒരു കുർബാന എന്റെ വീട്ടിൽ കിട്ടുമല്ലോ എന്നുള്ളത്. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. എന്റെ വീടിന്റെ ഉമറത്ത് കർത്താവിന്റെ ബലി അർപ്പിക്കാൻ സാധിക്കുമല്ലോ എന്നുള്ള ഒരു വലിയ വിശ്വാസം, അതിന്റെ വലിയ സന്തോഷം, അതിന്റെ വലിയ ആനന്ദം, അത് ടോമിച്ചേട്ടന്റെ കാരണന്മാരായിട്ട് കിട്ടിയിട്ടുള്ളതാണെന്ന് ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വിശ്വാസത്തിന്റെ ആഴമാണ്. നമുക്കിന്ന് കുരിശ് കയ്യിൽ പിടിക്കാനോ നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ പോലും നമുക്കിന്ന് പേടിയാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. കുരിശ് ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് പേടിയാണ്. ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ നമുക്ക് പേടിയാണ്. പക്ഷേ നമ്മുടെ പൂർവികരൊക്കെ അടിയുറച്ച വിശ്വാസത്തിൽ നിലനിന്നവരാണ്. അതിനടയാളങ്ങളാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കാണുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ തിരുക്കുടുംബ കൂട്ടായ്മയുടെ വാർഷിക ദിനത്തിൽ നമ്മൾ ചിന്തിക്കുക, നമ്മുടെ വീട്ടിൽ കുടുംബയോഗം വയ്ക്കുവാൻ നമ്മൾ മടി കാണിക്കുന്നവരാണ്. കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാൻ നമ്മൾ മടി കാണിക്കുന്നവരാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ എന്റെ സ്വന്തം ഇടവകയില് മേലൂർ തിരുഹൃദയക്കുന്ന് ഇടവകയില് എന്റെ വീടിരിക്കുന്ന ക്രിസ്തുരാജ കുടുംബ യൂണിറ്റിന്റെ വാർഷിക ദിനത്തിൽ ബലിയർപ്പിക്കാൻ ഞാൻ പോയിരുന്നു. ആ വാർഷിക യോഗത്തിൽ ഞാൻ പങ്കെടുത്തു. അന്ന് അവിടെ ഉണ്ടായിരുന്ന വൈസ് ചെയർമാൻ അദ്ദേഹത്തിന്റെ ആശംസാ പ്രസംഗത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവിടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ ആ റിപ്പോർട്ടിൽ ഇപ്രകാരം വായിച്ചു: ഈ നമ്മുടെ കുടുംബ യൂണിറ്റിൽ പുരുഷന്മാരുടെ സാന്നിധ്യം വളരെ കുറവാണ്. അത് ഒന്ന് പരിഹരിച്ചാൽ നമ്മുടെ കുടുംബ കൂട്ടായ്മ കുറച്ചുകൂടെ ഉണർവോടുകൂടെ പ്രവർത്തിക്കാനായിട്ട്, സജീവമായിട്ട് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും എന്ന് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോൾ അതിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. അപ്പൊ ഇതിന്റെ വെളിച്ചത്തിലാണ് വൈസ് ചെയർമാൻ വന്ന ആശംസ പറഞ്ഞപ്പോ പറഞ്ഞത്, എന്റെ പ്രിയമുള്ള അപ്പച്ചന്മാരെ, നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്കിപ്പോൾ നടക്കാൻ നിങ്ങൾക്ക് ശക്തിയുണ്ട്, നിങ്ങൾക്കിപ്പോൾ നടക്കാൻ കാലുകളുണ്ട്, നിങ്ങളുടെ കാലുകൾക്ക് ബലമുണ്ട്. നിങ്ങൾക്ക് നടക്കാൻ ബലമുള്ള ഈ സമയത്ത്
ഇങ്ങനെയുള്ള കുടുംബ കൂട്ടായ്മകളിൽ നിങ്ങൾ പോകണം. കാരണം നിങ്ങൾ നടക്കാൻ പറ്റാത്ത ഒരു കാലം വരുമ്പോ നിങ്ങൾ ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സമയം ഉണ്ടാകും. ആരെങ്കിലും ഒരാളൊന്ന് വർത്തമാനത്തിന് വന്നിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സമയം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന കാലത്തോളം നമ്മുടെ കുടുംബ കൂട്ടായ്മകളിൽ, ദേവാലയങ്ങളിൽ, ബലിയർപ്പണങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ന് വൈസ് ചെയർമാൻ അവിടെ പറയുകയാണ്. നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്ന കാലത്തോളം. ചിലപ്പോൾ നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടാകും. ആ കാലഘട്ടം ആരെയും കാണാൻ പറ്റാതെ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെ കിടക്കുമ്പോ ഒരാളെങ്കിലും എന്റെ അടുക്കൽ വന്ന് ഒന്ന് സംസാരിക്കാൻ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒന്ന് വർത്തമാനം പറയാൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ചില സമയം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഈ അവസരം നമ്മുടെ കുടുംബ കൂട്ടായ്മയിലെ എല്ലാ കുടുംബാംഗങ്ങളും ഒരുമിച്ച് വരുന്ന, മാസത്തിലൊരിക്കൽ കൂടുന്ന കുടുംബ കൂട്ടായ്മയിൽ പുരുഷന്മാരായി നിങ്ങളും വരണം എന്ന് വൈസ് ചെയർമാൻ അവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ എന്തുകൊണ്ട് കുടുംബയോഗങ്ങളിൽ പോകുന്നില്ല? നമ്മൾ എന്തുകൊണ്ട് കുടുംബയോഗങ്ങൾ വയ്ക്കാൻ മടി കാണിക്കുന്നു? നമ്മളതെല്ലാം ഈ വാർഷിക ദിനത്തിൽ ചിന്തിക്കുക. നമ്മൾ തന്നെ അതിന് ഉത്തരം കണ്ടെത്തുക. ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ സക്കേവൂസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ പോലെ ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് വചനം നൽകുന്ന ഉറപ്പാണ്, ക്രിസ്തു നൽകുന്ന ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ കുടുംബയോഗം വയ്ക്കുന്നത് ക്രിസ്തുവിന്റെ നാമത്തിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അത് ഏറ്റെടുത്താൽ നമ്മൾ വിചാരിക്കുന്ന തടസ്സങ്ങളൊക്കെ അതിനാൽ തന്നെ മാറിപ്പോകും. ഞാനത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അടുത്ത മാസത്തെ യൂണിറ്റ് എന്റെ വീട്ടിൽ വെച്ചോളാമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അത് ഏറ്റെടുത്താൽ നമ്മൾ മുൻപിൽ കാണുന്ന ചില തടസ്സങ്ങൾ നമുക്കുണ്ടാകാം. ആ തടസ്സങ്ങൾ അതിനാൽ തന്നെ മാറിപ്പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമുക്ക് ഈ വാർഷിക ദിനത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം, നമ്മുടെ കുടുംബ കൂട്ടായ്മയിലേക്ക് തിരിഞ്ഞു നോക്കാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ട്, ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ വരുവാനായിട്ട്, സക്കേവൂസിന്റെ ജീവിതത്തിലുണ്ടായ മാറ്റം പോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് കരസ്വസ്ഥ പ്രാർത്ഥന ചൊല്ലി അപേക്ഷിക്കാം. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ പിതാവിന്റെ ഈ പരിശുദ്ധ അമ്മയുടെയും സ്വർഗീയ മാധ്യസ്ഥതയിലുള്ള ഈ ഹോളി ഫാമിലി കുടുംബ യൂണിറ്റിൽ ഈ വാർഷിക ദിനത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ബലിയർപ്പിക്കുമ്പോൾ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും ക്രിസ്തു ഞങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് ലഭിക്കുവാനും ക്രിസ്തുവിന്റെ നാമത്തിൽ ആണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ വളരുവാനും ഓരോ കുടുംബ കൂട്ടായ്മയിലും പങ്കുചേരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ കുടുംബ കൂട്ടായ്മയുടെ വാർഷിക ദിനത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സ്വീകരിക്കുകയും ഞങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും അവിടുന്ന് സ്വീകരിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കണം. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, ഹോളി ഫാമിലി യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളെയും അങ്ങേ തിരുഹൃദയത്തിന് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ അങ്ങേ തിരുഹൃദയത്തണലിൽ അഭയം പ്രാപിക്കുവാനും കുടുംബാംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വളരുവാനിടയാക്കണമേ എന്നും കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹനാഥനായ ഈശോയെ, മക്കളെ ക്രിസ്തീയ ശിക്ഷണത്തിൽ വളർത്തുവാൻ മാതാപിതാക്കളെ അനുസരിച്ചും സ്നേഹിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും ജീവിക്കാൻ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മഹത്തായ പ്രകടനവും അവരോട് ക്ഷമിക്കണമേ എന്ന അങ്ങയുടെ പ്രാർത്ഥനയും ഞങ്ങൾക്ക് പ്രചോദനമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ ആത്മാർത്ഥമായി മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും ജീവിതത്തിലുണ്ടാവുന്ന വേദനകൾ സന്തോഷപൂർവ്വം ഏറ്റെടുക്കുവാനും ഞങ്ങളെ എല്ലാവരെയും പ്രാപ്തരാക്കണമേ എന്നും കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവരാജ്യ പ്രഘോഷണത്തിനായി പോയിട്ടുള്ള എല്ലാവരെയും അങ്ങേ തിരുരത്നത്തിന് സമർപ്പിക്കുന്നു. ഇനിയും ധാരാളം ദൈവവിളികൾ ഉണ്ടാകുവാനും തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ മെത്രാപ്പോലിത്തായെയും മാർ ബോസ്കോ മെത്രാനെയും മറ്റു മെത്രാന്മാരെയും
വൈദികരെയും സന്യസ്തരെയും പ്രത്യേകമായി ഞങ്ങളുടെ വികാരിയത്തിനെയും സിസ്റ്റേഴ്സിനെയും ഞങ്ങളുടെ ഇടവകയിലെ ബ്രദേഴ്സിനെയും അങ്ങേ ആത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്നും അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈശോയുടെ തിരുഹൃദയമേ, അങ്ങയുടെ തിരുക്കുടുംബത്തിൽ സമർപ്പിച്ചിരിക്കുന്ന ഹോളി ഫാമിലി യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളും തിരുക്കുടുംബത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കുവാനും യൂണിറ്റിലെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ യൂണിറ്റ് ഭാരവാഹികളെയും അങ്ങേ ആത്മീയ കൃപകളാൽ ശക്തിപ്പെടുത്തണമേ എന്നും അങ്ങയുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറകൾ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാൽ നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. കാഴ്ച സമർപ്പിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരണത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. കാരുണ്യവാനായ കർത്താവേ, ഈ സായാഹ്നത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് കാരുണ്യപൂർവ്വം സ്വീകരിക്കണം. ഈ ബലിപീഠത്തിന് മുൻപിൽ സമർപ്പിക്കപ്പെട്ട ഈ കാഴ്ച വസ്തുക്കൾ ഇത് സമർപ്പിച്ച ഹോളി ഫാമിലി കുടുംബ യൂണിറ്റിലെ ഓരോ കുടുംബത്തെയും വ്യക്തികളെയും ഇത് സമർപ്പിച്ച ഓരോരുത്തരുടെയും പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ഈ കാഴ്ചകളോടുകൂടെ ഈ വിശുദ്ധ ബലിവസ്തുക്കളോട് ചേർത്ത് പരിശുദ്ധമായ ബലിപീഠത്തിൽ സമർപ്പിക്കണം. ഞങ്ങളുടെ കുറവുകളും ഞങ്ങളുടെ ബലഹീനതകളും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പോരായ്മകളും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളും ഞങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും ഞങ്ങളുടെ രോഗാവസ്ഥകളും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. എല്ലാം ഞങ്ങൾ ഈ നിമിഷം ഈ വിശുദ്ധ ബലിപീഠത്തിൽ സമർപ്പിക്കണം. ഞങ്ങളുടെ ജീവിത ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഞങ്ങളുടെ സന്തോഷങ്ങളും വിജയങ്ങളും പരാജയങ്ങളും നേട്ടങ്ങളും തകർച്ചകളും
എല്ലാം തമ്പുരാനെ ഈ ബലിപീഠത്തിൽ ചേർത്ത് സമർപ്പിക്കാം. ഈ ബലി അർപ്പിക്കപ്പെടുന്ന ഈ കുടുംബത്തിന്റെ നിയോഗങ്ങളും ഇവിടെ പ്രാർത്ഥന ആവശ്യങ്ങളും പ്രത്യേകമായി ഈ വിശുദ്ധ ബലിവസ്തുക്കളോട് ചേർത്ത് സമർപ്പിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും അവിടുന്ന് സ്വീകരിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ കൂപ്പി നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങൾ നമുക്കൊരു നിമിഷം നിശബ്ദമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലാത്മജനും ദിവ്യറൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയോസേപ്പിനെയും സാദരമൂർത്തിനാം പാവനമീ ബലിയേ. സുതരുടെ പ്രേക്ഷിതരെ ഏകജ സ്നേഹിതരെ ശാന്തിരഹിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. വാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ പോറ്റിയിടാം. നമ്മോട് കൂടെ രാജാവാം ദൈവം നമ്മോടൊപ്പം യാക്കോബിൻ ദൈവം നമ്മുടെ തുണയും. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയരംഗം ചൊരിയുന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപത്തെ നിത്യം മാറ്റിയിടാം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രാഗീസ്മാരും മേധാദുഷന്മാരും മെത്രാപോലിത്തന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശാല സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ
എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലി അവിടുന്ന് സംപ്രീതരാകുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ഈ ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരം വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാരം വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിക്കൂ. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ ബലവാനായ ദൈവമേ, പരിശുദ്ധൻ പരിശുദ്ധൻ
ഓശാന 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 മഹിതരനാഥ ഓശാന 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 വിന്ദനനാഥ ഓശാന 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 മഹിതരനാഥ ഓശാന 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 സർവധരാധര കൃഷ്ണാവേ പരിപാലകരേ വാഴ്ത്തിടാ സർവധരാധര കൃഷ്ണാവേ പരിപാലകരേ വാഴ്ത്തിടാ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത സമർപ്പിക്കുന്നു. ഈശോ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. സഖ്യവൂസിന്റെ ഭവനത്തിൽ വരികയും അവരോടൊപ്പം ആയിരിക്കുകയും അവരോടൊപ്പം ഭക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, ഞങ്ങളുടെ ഈ വാർഷിക ദിനത്തിൽ ഞങ്ങളുടെ ഈ കുടുംബ കൂട്ടായ്മയിൽ അവിടുന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ. ഞങ്ങൾ അർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുത്തെ തിരുസാന്നിധ്യം അനുഭവിച്ചറിയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സഖ്യവൂസിനെയും സഖ്യവൂസിന്റെ കുടുംബത്തെയും രക്ഷയുടെ ഭവനമാക്കി മാറ്റിയതുപോലെ ഈശോയെ, അവിടുത്തെ പരിശുദ്ധമായ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന ഞങ്ങളുടെ ഭവനങ്ങൾ രക്ഷയുടെ ഭവനങ്ങളായി തീരുവാൻ ഇടയാക്കണമേ. കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ഹൃദയ വിചാരങ്ങളും നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. ഈശോയുടെ തിരുശരക്തങ്ങളായി രൂപാന്തരപ്പെടുന്ന ഈ അപ്പത്തോടും വീഞ്ഞിനോടുമൊപ്പം നമ്മുടെ എളിയ ജീവിതങ്ങളെ കൂടെ നമുക്ക് സമർപ്പിക്കാം. പിതാവായ ദൈവമേ, അവിടുത്തെ സന്നിധിയിലേക്ക് ഈ അപ്പവും വീഞ്ഞും എടുത്ത് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ അപ്പത്തെയും വീഞ്ഞിനെയും അവിടുത്തെ പ്രിയപുത്രനായ ഈശോയുടെ തിരുശരക്തങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്നത് പോലെ ഞങ്ങളുടെ എളിയ ജീവിതങ്ങളെ കൂടെ അവിടുത്തെ സന്നിധിയിലേക്ക് ഈ കാസയിലും വിലാസയിലും സമർപ്പിക്കും. ഞങ്ങളുടെ ജീവിതങ്ങളെയും സഖ്യവൂസിന്റെ ജീവിതത്തെ പോലെ രൂപാന്തരപ്പെടുത്തണമേ, മാറ്റം വരുത്തണമേ, രക്ഷയുടെ ഭവനങ്ങളാക്കി മാറ്റണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അപ്രകാരം തന്നെ
ഈശോ കാസയോമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനാ അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാനീ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദൈവമേ, സാർവത്രിക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ മെത്രാപോലീത്തായ്ക്കും മാർ ബോസ്കോ മെത്രാനും മറ്റെല്ലാ മെത്രാന്മാർക്കും പുരോഹിതന്മാർ അച്ഛന്മാർ സമർപ്പിതരാത്മായ പ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും ബഹുമാനത്തിനും അങ്ങേ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ദൈവജനത്തിനും ഹോളി ഫാമിലി കുടുംബ യൂണിറ്റിലെ 27 കുടുംബങ്ങൾക്കും നാനാജാതി മതസ്ഥർക്കും ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനും ബ്രദേഴ്സിനും വേണ്ടിയും ഇപ്പോൾ അങ്ങേ തിരുസന്നിധിയിൽ വന്ന ഈ സായാഹ്നത്തിൽ ഈ ബലിയർപ്പിക്കുന്ന ഈ ആരാധന സമൂഹം മുഴുവനും വേണ്ടിയും ഈ ബലിയർപ്പിക്കപ്പെടുന്ന ഈ ഭവനത്തിനു വേണ്ടിയും ഇവരുടെ പ്രത്യേകമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും കർത്താവേ, അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും നൽകണമേ. വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായി ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ അങ്ങേ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായി സ്വാമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ.
ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായ മിശിഹായ നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഈ തിരുശരീര രക്തങ്ങൾ ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. തിരുവോസ്തിയിൽ നിറയും ദൈവകാരുണ്യം, ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവസ്നേഹം, ഓസ്തിയിൽ തിരുവോസ്തിയിൽ നിറയും ദൈവകാരുണ്യം, ദൈവസ്നേഹം ദിവ്യകാരുണ്യമാ തിരുവോസ്തിയിൽ നിറയുമ്പോൾ ആരാധന ആരാധന, ദൈവസ്നേഹം ദിവ്യകാരുണ്യമാ തിരുവോസ്തിയിൽ നിറയുമ്പോൾ. മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും പ്രത്യേകങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിനുള്ളാവുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാവങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരത്തെകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിന്റെ നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതലും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുജല വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. സ്വീകരിക്കുകയും പരിസ്ഥാനമായി പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങേ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ ഞങ്ങൾ എല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപുത്രനും പരിശുദ്ധനാകുന്നു, ഏകരൂപം പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുകയും സഭയിലവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, മനസാക്ഷിയുടെ നൈർമല്യത്തോടും വിശുദ്ധമായ ചിന്തകളോടും കൂടെ പാമോചനത്തിന് കാരണവരും നൽകപ്പെട്ടിരിക്കുന്ന ജീവദായകമായി തീക്കട്ടെ നമുക്ക് സമീപിക്കാം. മിശിഹായുടെ തിരുശരക്തം കടങ്ങളുടെ പൊറുതിക്കും നിത്യജീവനും കാരണമാകട്ടെ. മുൻപോട്ട് വന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കും. Thank you.
തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം കൈകൂപ്പി ഞാൻ നിൽക്കുന്നിതാ എന്നാത്മം ഞാനേകുന്നിതാ എന്റെ ജീവന്റെ ജീവനാഥാ അകതാരിണി അറിവോടനെ എഴുന്നള്ളി വന്നിടനെ തിരുമാംസം തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം പാപങ്ങൾ പോക്കിടുവാൻ തിരുജീവൻ ബലിയായി നൽകിയവൻ എന്തോര പാപങ്ങൾ പോക്കിടുവാൻ തിരുജീവൻ ബലിയായി നൽകിയവൻ അവൻ പരിപാലകൻ അവൻ കരുണാമയൻ അവൻ മനതാരിൽ നിറയുന്നവൻ അവൻ മനതാരിൽ നിറയുന്നവൻ അകതാരിൽ നീ അറിവോടനെ എഴുന്നള്ളി വന്നിടനെ തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം സ്വർഗീയ സാന്നിധ്യമിന്നിവിടെ നിൻ തിരുഭോജനം കൊള്ളുമ്പോ സ്വർഗീയ സാന്നിധ്യമിന്നിവിടെ നിൻ തിരുഭോജനം കൊള്ളുമ്പോ എന്നും സ്തുതിക്കണം എന്റെ പ്രിയനാഥനായ എന്നെ കരവാരിൽ താങ്ങുന്നവൻ എന്നെ കരവാരിൽ താങ്ങുന്നവൻ അകതാരിൽ നീ അറിവോടനെ എഴുന്നള്ളി വന്നിടനെ തിരുമാംസവും തിരുരക്തവും ഉൾക്കൊള്ളുമീ നിമിഷം കൈകോപ്പി ഞാൻ നിൽക്കുന്നിതാ എന്നാത്മം ഞാനേകുന്നിതാ എന്റെ ജീവന്റെ ജീവനാഥാ അകതാരിൽ നീ അറിവോടനെ എഴുന്നള്ളി വന്നിടനെ എഴുന്നേറ്റ് സമാപന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാൻ കൃപാർത്താൽ ശിസ്ത്രവും പരിസ്ഥവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സ്തുതിരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി
ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയായ മിശിഹായ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ പരിശുദ്ധ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായി നയിക്കും. തന്റെ തിരുശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും തിരുരക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറകൾ മായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. ദൈവം തന്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലം കൈ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കടങ്ങളുടെ പതിക്കും പാവങ്ങളുടെ പതിപ്പിനും കാരണമാകട്ടെ. ഉടനെ തന്നെ കാപ്പി കുടി